നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീനെ എതിർത്ത് അർജന്റീന വോട്ട് ചെയ്തതിൽ വിമർശനവും എതിർപ്പുമായി ആരാധകർ. സ്വതന്ത്ര ഫലസ്തീനെ അനുകൂലിച്ച് 142 രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അർജന്റീനയടക്കം 10 രാജ്യങ്ങളാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത്. ഇതോടെയാണ് ഫുട്ബോൾ ആരാധകർ തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. ഈ വിഷയത്തിലെ പങ്കുവച്ച വാർത്താ കാർഡിന് കമന്റുമായി നിരവധി ആരാധകരാണ് എത്തുന്നത്. ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിലും ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് വരുമ്പോൾ അർജന്റീനയെ പിന്തുണയ്ക്കുമ്പോൾ ഓർത്തുവെക്കുക, പിഞ്ചുമക്കളെ കൊന്നൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഈ അർജന്റീനയ്ക്ക് വേണ്ടിയാണ് കേരള സമൂഹം വലിയ പണം ചെലവാക്കി സപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യത്വമില്ലാത്ത ചെന്നായ്ക്കളെ ഒറ്റപ്പെടുത്തി പുറംതള്ളേണ്ട സമയം അതിക്രമിച്ചു. മാനുഷിക മൂല്യം മനസ്സിലുള്ളവർ മനസ്സിലാക്കട്ടെ. ഈ അർജന്റീനയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ചിലർ കഷ്ടപ്പെടുന്നത് എന്നിങ്ങനെയാണ് ആരാധകരുടെ പ്രതികരണം. എന്നാൽ ഈ വിഷയത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. നേരത്തെ ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച രാജ്യമാണ് അർജന്റീന. 2010 അർജന്റീന സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിച്ചതുമാണ്. എന്നാൽ നിലവിലെ തീവ്ര വലതുപക്ഷ സർക്കാർ ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. UN പൊതുസഭയിൽ ഫ്രാൻസ് അവതരിപ്പിച്ച പ്രമേയത്തിനെതിരെയായിരുന്നു അർജന്റീന വോട്ട് രേഖപ്പെടുത്തിയത്. ഇസ്രായേലിനും ഫലസ്തീനുമിടയിൽ സമാധാനപരമായ ഒത്തുതീർപ്പിനും ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുന്നതിനുമുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയത്തിനെതിരെയായിരുന്നു അർജന്റീന നിലപാടെടുത്തത്. അർജന്റീനയ്ക്ക് പുറമെ ഇസ്രായേൽ, അമേരിക്ക, ഹംഗറി, മൈക്രോനേഷ്യ, നൗറു, പലാവു, പപ്പുവ ന്യൂഗിനി, പരാഗ്വയ്, ടോങ്ക എന്നിവയും പ്രമേയത്തെ എതിർത്തു. അതേസമയം ഇന്ത്യ ഈ പ്രമേയം അംഗീകരിച്ചു. സൗദി അറേബ്യ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന ഈ പ്രമേയത്തെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.